ഹായ് ഗൈസ്. സോ ഇത് ഞാൻ എൻ്റെ ഷോറൂമിൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്പെഷ്യലാക്കി ചെയ്യണം വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇനോഗ്രേഷൻ തിരക്ക് കാരണമൊന്നും ആർക്കും ഇത് മര്യാദയ്ക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഐ തോട്ട് ഓഫ് ഹാവിങ് എ ഷോറൂം വിസിറ്റ്. പിന്നെ നമ്മൾ ഷോറൂം എവിടെ വരുന്നത് വെച്ചാൽ പൊറ്റമ്മലിൽ നേരെ ബ്രൗൺ ടൗണിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ കയറി വരുമ്പോൾ തന്നെ ഇവന്റ് കഴിഞ്ഞിട്ട് ഇപ്പോഴും പൊളിക്കാത്തൊരു പന്തലും കാണാം, കുറേ ഡെക്കോറും കാണാം. ബിക്കോസ് നമ്മളിപ്പോഴും അതിന്റെ ഹാങ് ഓവർന്ന് വന്നിട്ടില്ല, അതിനോണ്ടാണ്. സോ കം വിത്ത് മീ, ഐ വിൽ ഷോ യു അറൗണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്ന ഒരു 1 2 3 4 ഒരു 5 കാർസിന് നിർത്താനുള്ള ഒരു ലക്ഷറി പാർക്കിംഗ് തന്നെ ഉണ്ട്. അത് കൂടാണ്ട് വി ഓൾസോ ഹാവിങ് വാലിഡ് പാർക്കിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു സെക്യൂരിറ്റി ഏട്ടനുണ്ട് ഇവിടെ. അവിടെ ഉണ്ട് ഒരാൾ. എവ്രി വൺ ആർ ടു കോപ്പറേറ്റീവ്, നല്ല ആൾക്കാരാണ്. ഐ ലവ് ദീസ് ഗൈസ്. സോ ഇനി ഉള്ളിലേക്ക് പോവാം. ഉള്ളിലാണ് മെയിനായിട്ട് മുതലാളി വരെ ഉള്ളിലുണ്ട്. ഇതിൽ കുറച്ച് തെറ്റുണ്ടാവും, കാരണം ഞാൻ യൂട്യൂബിൽ വ്ലോഗൊന്നും ചെയ്യലില്ല. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. ഭയങ്കര ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ ക്ഷമിച്ച് തരണം. ഇവിടെ ഇത് എന്ന് പറയുന്നത് നമ്മളെ ഫോട്ടോ ബൂത്ത് സെറ്റ് ചെയ്ത സ്ഥലമായിരുന്നു. അത് ഇങ്ങനെ കുറച്ച് പോപ്പുലർ ആയിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ അപ്പം ക്ലിക്ക് ചെയ്യും, അപ്പം ഫോട്ടോ എടുക്കും. ആ പരിപാടി കഴിഞ്ഞു വന്നവർക്കൊക്കെ അറിയാം, 1 ഹിറ്റ് ആയിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണ മാതിരി ഇതിപ്പോഴും ഉണ്ട് ഇവിടെ. ഓക്കെ, കുറച്ച് തന്നെ മാറ്റും. പിന്നെ ഇത് കയറി വരുമ്പോൾ തന്നെ ക്യാൻ സി നമ്മളെ ഓൾ ഇൻ ഓൾ ആയ ഷെരീഫ് സാർ എന്തൊക്കെയോ പറഞ്ഞ് അവിടെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഒന്നും മനസ്സിലായില്ല. അത് പുറത്തേക്ക് വരുന്നുണ്ട്. ഹായ് സാർ, ഹൗ ഇസ് യു ഡേ? ഓ വെരി നൈസ്. അപ്പോൾ എന്ത് തോന്നുന്നു ഷോറൂം ഓപ്പൺ ആക്കി കഴിഞ്ഞതിൽ വലിയ സന്തോഷം. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. വന്നെടുക്കുന്നവർക്കൊക്കെ 50%, 30%, 25% ഡിസ്കൗണ്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അടിപൊളിയാണ്. എല്ലാവരും ഓടിവായോ. ഇപ്പോഴും ഓട്ടത്തിലാണ്, നിന്നിട്ടില്ല ഷെരീഫ് സാറിന്റെ. ബൈ. സോ കയറി വരുമ്പോൾ റിസീവ് ചെയ്യാൻ ബ്യൂട്ടിഫുൾ ചേച്ചീസും ഉണ്ട്. ഹായ് ചേച്ചി, ഹൗ യു ഡേ? എങ്ങനെയുണ്ട് ദിവസം? ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ അങ്ങനെയല്ല, എല്ലാതും മിക്സ് ചെയ്തിട്ടാണ് വെച്ചത്. 18 14 ഗോൾഡ് എവറിത്തിങ് മിക്സ് ആക്കിയിട്ടാണ് വെച്ചത്. കാരണം നമ്മളൊരു കസ്റ്റമർ വരുമ്പോൾ പെർട്ടിക്കുലർ സാധനം ആവരുത്, കാണുമ്പോൾ എല്ലാം എടുക്കാൻ തോന്നുന്നു. അങ്ങനത്തെ ഒരു സെക്ഷൻ വേണം ആക്കാൻ. സോ വി ഹാവ് സോ മെനി ബ്യൂട്ടിഫുൾ യങ് ലേഡീസ് ടു റിസീവ് യു ഗൈസ്. സോ പിന്നെ ചീത്തയൊക്കെ ഒന്നും അറിയില്ല. മുതലാളി ഇവിടെ നിൽക്കുന്നുണ്ട്. മുതലാളിനെ ചോദിച്ചു നോക്കാം. മുതലാളി മീൻസ് എൻ്റെ വാപ്പയെ നിൽക്കാൻ പോകും. തിരക്കില്ല കേട്ടാ കട്ട് ചെയ്യണം കേട്ടോ, കട്ടാണ്. ഹായ് സർ, എങ്ങനെ പോകുന്നു ഇന്നത്തെ ദിവസം? എങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. ഈ ഷോറൂം തുറന്നതിന് ശേഷം എന്ത് തോന്നുന്നു? വളരെ പ്രൗഡ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ അതിരി ഇപ്പം തിരക്കിലാണ്. അപ്പം നമ്മൾ ഓവർ ഡിസ്റ്റർബ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 2 ഫ്ലോറും കൂടി കണ്ടിട്ട് വരാം. കമോൺ ഗൈസ്. കുറച്ച് ലക്ഷറി ആയിട്ടുള്ള ഇതാണ്. വരുന്നവർക്കൊക്കെ സൗന്ദര്യം നോക്കാൻ വേണ്ടി വലിയൊരു മിററൊക്കെ അവിടെ വെച്ചാണ്. വല്ല കൂക്കും. നമ്മൾ ആദ്യം പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ എന്താ ഉള്ളതെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാനൊന്നും കണ്ടിട്ടില്ല, തിരക്കില്ലേനും. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. അവിടെയും ഇതേമാതിരി നിങ്ങൾ റിസീവ് ചെയ്യാൻ കുറേ നല്ല ആൾക്കാർ നമുക്ക് ഓരോ ദിവസം. അത് ഷംനതാത്ത് നമ്മളെ കണ്ടപാടെ എണീച്ച് ഓടിയിട്ടുണ്ട്. ഷംനതാത്തിനോട് എങ്ങനെയുണ്ട്? ഹായ് ഗൈസ്. സോ ഇവിടെ ഡയമണ്ടും ഇതേമാതിരി 18 14 ഗോൾഡും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഓരോന്നിനും ഓരോ പേരുണ്ട്. യൂസ് ചെയ്തിട്ട് ഐസക്കൊരു ബിഹൈൻഡ് സ്റ്റോറി ഉണ്ട്. ആക്ച്വലി അത് എൻ്റെ അമ്മൻ്റെ പേര് ആയിഷ എന്നുള്ളത്. ഇപ്പം ആയിഷയിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. കമോൺ, താജ്മഹൽ പണിഞ്ഞത് എന്താ? ലവ് ലാംഗ്വേജ് മാതിരിയാണ്. അതേമാതിരി ഇപ്പം നമുക്ക് വേണ്ടി പണിഞ്ഞൊരു സെക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ഭയങ്കര ടു റൊമാൻറ്റിക് റൈറ്റ്, നമ്മളെ ലൈഫിലൊന്നും ഇല്ലാത്ത സാധനം. പിന്നെ ഇതെന്താന്ന് ഇവിടെ നിൽക്കുന്നവരോട് തന്നെ ചോദിക്കാം. സോ എന്താണ് ഈ റെറ്റ്ന? ഓ നോ വെറീസ്. ആവുന്നില്ല. റെറ്റ്ന എന്താന്ന് പറഞ്ഞാൽ നെക്ലേസിൽ വരുന്ന പ്രഷ്യസ് ഐറ്റംസ് ആണ് ഇതൊക്കെ. പിന്നെ അത് ആ സെക്ഷനിൽ വരുന്നത് അൺകട്ട് മോഡലുകളാണ്. ഇത് വല്ല ഓഫേഴ്സ് ഉണ്ടോ ഇപ്പോൾ? ഓഫേഴ്സ് നമ്മൾ ഉദ്ഘാടനത്തിൽ ബന്ധപ്പെട്ട് നമ്മൾ 15% ഓഫേഴ്സ് ഉണ്ട്. പിന്നെ അതൊരു 10 ഡേയ്സോളം ഉണ്ട്. ചില ഡെമ്മീസ് ഇവിടെ കാലിയാണ്. ഇപ്പൊ തന്നെ സാധനങ്ങളൊക്കെ പോയി തുടങ്ങി. സോ എങ്ങനെ തോന്നുന്നു ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം? അടിപൊളിയാണോ? ഇനാഗ്രേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോറൂം വളരെ മനോഹരമായിട്ട്
ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ അട്രാക്റ്റീവാണ്. അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ പണിയെടുക്കുന്നവരെ കംഫർട്ട് നമ്മൾ ആദ്യം നോക്കിയത്. ഓർക്ക് തന്നെ ഇഷ്ടമായി സംഭവം. അതെ അതെ അതെ. അല്ല അത് മാത്രമല്ല, കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിജയം. സോ അത് ഡയമണ്ട് സെക്ഷൻ. ഇതും ഒരു അതന്നെ യുണീക്ക് മറ്റേ പ്രഷ്യസ് കളക്ഷൻസ് ആണ്. സോ നമ്മൾ ഇവിടെ ഇങ്ങനെ തെണ്ടി നടക്കുന്നതുള്ളൂ. ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നും എനിക്കില്ല. അപ്പം നമുക്ക് അടുത്ത ഫ്ലോറിലേക്ക് പോകാം. എന്നോട് ഇത് ഈ ഫ്ലോർ ഇനോഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ. ഓ മൈ ഗോഡ്, നമുക്കൊരു പുതിയ അതിഥിയുണ്ട്. ഹായ് മെഹറൂഫ്. മെഹറൂഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. മെഹറൂഫിന്റെ പ്രശ്നങ്ങൾ അല്ലേ ആ ഒരു സീരീസിലൂടെ. പ്രശ്നത്തിലുള്ളത് എന്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? നല്ല വൃത്തിക്ക് പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ്. ബാർകോഡ് അടിച്ച് മടുത്തു. ബാർക്കോഡ് അടിച്ച് മൊത്തത്തിൽ സ്റ്റോക്കിലേ മടുത്തിട്ടുള്ളത്. ഓവർ സ്റ്റോക്ക് ആയിട്ട് ആൾക്കാർക്ക് വരേണ്ട എന്തും ഇവിടെ ഉണ്ടാവില്ലേ വന്നാല്. അതാണ് ഇവർക്ക് ഇത്രയും ബുദ്ധിമുട്ട്. കാരണം ഓവർ സാധനങ്ങളുണ്ട്. ഇവർക്ക് എവിടൊക്കെ എന്തൊക്കെ വെക്കണം എന്നറിയില്ല. കാരണം കസ്റ്റമേഴ്സിന് എല്ലാം വേണമെന്നുള്ള മാതിരി. അതെ അതെ അതെ. എല്ലാ സ്റ്റോക്ക് ഉണ്ട്. എല്ലാ ഐറ്റങ്ങളും സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഫുള്ള് ലോഡാണ്. എല്ലാ ഐറ്റങ്ങളും ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാ ടൈപ്പ് ഓഫ് ഐറ്റങ്ങളും ഉണ്ട്. സോ ഹാപ്പി ടു സീ യു. താഴേക്കാണോ ഇത്? അതെ അതെ. അപ്പൊ നമുക്ക് സ്റ്റേഴ്സ് എടുക്കാം, നമുക്ക് മേലേക്കാം. നമുക്ക് ഫയർ എക്സിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സംഭവം എന്താ വെച്ചാൽ ലിഫ്റ്റ് ഇങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പണിയെടുക്കുന്നതുകൊണ്ട് ഞാൻ അത് കൂടുതൽ മുതലാളിച്ചാന്ന് പറയണ്ടല്ലോ. നമ്മൾ വെറുതെ സ്റ്റേഴ്സ് ഒക്കെ കയറി പോവാം. അതാണ് സ്റ്റേഴ്സ് കയറി പോകുന്നത്. നമ്മൾ 3rd ഫ്ലോറിലാണ്. ഇവിടെയാണ് കൂടുതലും കല്യാണ പാർട്ടീസ് ഉണ്ടാവില്ല. കാരണം ഇവിടെയാണ് ബ്രൈഡൽസിന് ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ സാധനങ്ങളില്ല. സോറി, സെക്കൻഡ്. എന്ത് ജനീഷ്ക മാറിപ്പോണതാണ്. പിന്നെ ഇവിടെ ഓഫീസൊക്കെ ഉണ്ട്. എല്ലാ ഫ്ലോറിലും ഓരോരോ ഓഫീസ്. താഴത്തെ ഫ്ലോറിൽ 2 ഓഫീസ് ഉണ്ട്. പിന്നെ മേലത്തേലും ഒരു ഓഫീസ് ഉണ്ട്. പിന്നെ ഏറ്റവും മേലത്തേത് നമ്മളെ കോർപ്പറേറ്റ് ഓഫീസാണ്. അവിടെയാണ് എല്ലാവരും ഇരുന്ന് പണിയെടുക്കുന്നത്. നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോകാം. പക്ഷെ ഇവിടെ എന്തോ ഒരു മറ്റേ കല്യാണ പാർട്ടി ഉണ്ട്. പ്രതീക്ഷേട്ടൻ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. ചേച്ചി നമ്മൾ റിസീവ് ചെയ്യാൻ വരുന്നുണ്ട്. ചേച്ചി ഞാൻ തുറന്നുകൊണ്ട് വെരി നൈസ്, ഗ്രേറ്റ്. കല്യാണ പാർട്ടിയുടെ തിരക്കുണ്ട്. കല്യാണ പാർട്ടിന്റെ തിരക്കുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോട് കുറച്ച് അതിൻ്റെ റിവ്യൂ ചോദിച്ചു നോക്കെ എങ്ങനെയുണ്ട് സാധനത്തിൻ്റെ. ഓക്കെ നമ്മളെ ഈ കണ്ട സാധനങ്ങളൊക്കെ പോയി സെലക്ട് ചെയ്തൊരു വ്യക്തിയാണ് പ്രതീക്ഷേട്ടൻ ആൻഡ് മൈ ഡാഡ്. ഇപ്പൊ തിരക്കില്ലാണ്ട് നമുക്ക് പ്രതീക്ഷേട്ടനോട് ചോദിച്ചു. ഏയ് പ്രതീക്ഷേട്ടൻ. ഓക്കെ, കോൾ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കാം. ഇത് ഈ കണ്ട സാധനങ്ങൾ മൊത്തം ഇത്രയും ഫ്ലോർ മൊത്തം റെഡിയാക്കിയത് നിങ്ങളാണ്. ഇപ്പൊ നിങ്ങളും പോയിട്ടാണ് സെലക്ട് ചെയ്തത്. സോ ഇത്രയും അടിപൊളി കളക്ഷൻസ് സെലക്ട് ചെയ്യാൻ ടെൻഷൻ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നി. സത്യം പറഞ്ഞാൽ റിയാസ്ക്കാണ് മൊത്തം അറേഞ്ച് ചെയ്തത്. ഞാനൊരു അസിസ്റ്റന്റ് ആയിട്ട് നിന്നതേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. വളരെ സന്തോഷം. ഇവരോട് അഭിപ്രായം ഇവരോട് ചോദിക്കണം. ഓക്കെ, നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നതോട് ബ്രൈഡ് എന്നാണ് കല്യാണം? ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്യാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യാനുള്ള റീസൺ അങ്ങനല്ല, അതല്ല. ലൈക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടാ, ലൈക്ക് കണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടാന്ന്. സോ ഇപ്പൊ സെറ്റ് ചെയ്തത് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സോ ഇനി ഇതിൽ ഇനി എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ എന്താ തോന്നുന്നത്? സോ റിവ്യൂ അബൌട്ട് നക്ഷത്ര പറഞ്ഞു. അടിപൊളിയാണ്. ഹാപ്പിയാണ്. സോ കൂടെ വന്നവർക്കൊക്കെ എന്താ തോന്നുന്നു? കംഫർട്ടബിൾ ആണ്? ഇവിടുത്തെ സ്റ്റാഫ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല പെരുമാറ്റം. ചേച്ചി കംഫർട്ട് അല്ലേ? ലൈക്ക് വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് അഡ്വാൻസ്ഡ്. സോ ഒരു ഡിസ്റ്റർബിൻ്റെ ഒരു നടത്തുന്നത് ഒരു വലിയൊരു പരിപാടിക്കുള്ളത്. സോ ഇവിടെ നമുക്കുള്ളത് പിന്നെ മറ്റേ നിസ് കിഡ്സ്. ഇത് വെറൈറ്റി ഒരു സംഭവമായിരിക്കുന്നു. കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവാണ് തോന്നുന്നത്. അല്ല പ്രതീക്ഷേട്ടൻ? കുട്ടികളെ ഒരുമിക്ക് അത് വേണമെന്നാണ് കച്ചറുണ്ടാക്കണം. അതാണ് നമ്മൾ മെയിൻ പരിപാടി. അപ്പോൾ ഇതാണ് നമ്മളെ 2nd ഫ്ലോർ. ഈ 2nd ഫ്ലോർ കഴിഞ്ഞാൽ ഇനി മേലുള്ളത് കോപ്പറേറ്റീവ് ഓഫീസാണ്. അവിടെ ഇവിടുത്തെ എല്ലാവരും പണി നടക്കുന്നത്. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ്. ഓക്കെ, കോപ്പറേറ്റ് ഓഫീസ് ഇതൊക്കെ എടുത്ത് ഒഴിവാക്കിക്കൊണ്ടിട്ടാ. സോ കല്യാണം കഴിക്കാൻ തോന്നുന്നു. വേണമെങ്കിൽ 2 ഡ്രസ്സ് മാലൊക്കെ എടുത്തിട്ട് നോക്കിയാലോ?
നമുക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഇവിടെ നിർത്തിട്ട് അങ്ങോട്ട് പോവാം, കുറച്ചുകഴിഞ്ഞ് തിരിച്ചുകൊണ്ടെന്നൊക്കെ, അതൊക്കെ തന്നെ പരിപാടി. ഇനി നമ്മൾ മേലത്തേക്ക് പോവാം എന്താ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്റ്റേഷൻ്റെ കാരണം. കമോൺ. ഞാൻ വെറുപ്പിച്ച് ആദ്യം ജനീഷ്കനായിരുന്നു ഞാൻ വെറുപ്പിച്ചത്. ഇപ്പം ഞാൻ വെറുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന റോഷിത്തേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് പണിയെടുത്തിട്ട്. സോ എന്തിനും ഏതിനും വിളിച്ചാൽ വരുന്ന റോഷിത്തേട്ടൻ. നമുക്ക് റോഷിത്തേട്ടൻ്റെ ദിവസം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. കമോൺ. സോ ചേച്ചി ഫുൾ ടൈം ക്ലീനിങ് ആണ്. നമ്മളെപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലം ക്ലീൻ ആക്കി വെക്കണം എന്നാണല്ലോ പറയല്. സോ റോഷിത്തേട്ടൻ അടിപൊളി. ഇന്നെ കണ്ടിട്ടാവല്ലേ തുടങ്ങിയിട്ടുണ്ടാവുക. ഏതൊരു ഇന്നൊന്നവിടെ കൊണ്ട് ഒന്നൊന്നും ഇവിടെ കൊണ്ട് വെറുപ്പിക്കലാണെന്നാണ്, പക്ഷെ പറയൂല പാവം. ഇപ്പൻ്റെ ഓൾ ഇൻ ഓൾ ആണ് റോഷിത്തേട്ടൻ. സോ ജിയാറോ ഗ്രേഷ്യോ കോർപ്പറേറ്റ് ഓഫീസ്. നേരത്തെ പറഞ്ഞ കോപ്പറേറ്റീവ് അല്ല, കോർപ്പറേറ്റ് ഓഫീസ്. ഓക്കെ, കയറി വരുമ്പം നമുക്ക് റിസപ്ഷനിൽ രണ്ടാൾക്കാരുടെ ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല. സോ അലീഷ, സോ വാട്ട് നിങ്ങൾ രണ്ടാളും ഇവിടെ എന്താണ് മെയിൻലി ചെയ്യുന്നത്? ഇന്റേൺസ്. അപ്പോൾ ഈ പരിപാടിയുടെ ഇന്റേൺസ് നമ്മളിവിടെ എടുക്കുന്നതാണ്. ഇനി ആൾക്കാർക്ക് മറ്റേ ഇതൊക്കെ വേണമെങ്കിൽ എന്തിനു പറയാം, ഇന്റേൺഷിപ്പ് ഒക്കെ വേണമെങ്കിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നതാണ്. നോട്ട് ദി പോയിന്റ്. സോ എങ്ങനെയുണ്ട് ഈ JG കോർപ്പറേറ്റ്സ്? ഹൗ യു ഫീൽ? തൽക്കാലൊക്കെ എങ്ങനെയുണ്ട്? നല്ല പട്ടിപ്പണിയാണോ അല്ലെങ്കിൽ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ബോറടി ആണോ? നല്ല രസമുണ്ട്. ഇന്നോഗ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. സോ ഇനിയിപ്പോൾ എന്താ പരിപാടി വയ്ക്കുക, അതന്നെ പണിയെടുത്തോളി. ഇത് വെയിറ്റിംഗ് ലോഞ്ച്, അത് മീറ്റിംഗ് റൂം, പിന്നെ അത് ഓഫീസ്, അങ്ങനെ ആയിട്ട് ഇവിടെ കുറേ പരിപാടികളുണ്ട്. പക്ഷെ ഇതൊക്കെ ഓരോ വർക്ക് സ്പേസ് ആയിട്ട് നമ്മൾ കൂടുതൽ നോക്കില്ല. ഇതും ഒരു മീറ്റിംഗ് റൗണ്ട് ടേബിളൊക്കെ നടത്തുന്നതാണ്. പരിപാടി കഴിഞ്ഞിട്ട് കോട്ടൊക്കെ ഊരി വെച്ചിട്ട്. സോ ഇതാണ് നമ്മൾ മെയിൻലി കഷ്ടപ്പെടുന്ന രണ്ടാൾക്കാരെ കണ്ടിരിക്കുന്നു. കഷ്ടപ്പെടുന്ന രണ്ടാൾക്കാർ ഇതാണ്, മിർസബ്ക ആൻഡ് ഇർഫാൻ. ഇർഫാനും ജനീഷ്ക്കും ഇല്ലെങ്കിൽ ഈ ബിഹൈൻഡ് ദി ക്യാമറ ഒരാളുണ്ട്, ഒരാണ് ജനീഷ്ക. ജനീഷ്ക ഇല്ലെങ്കിൽ നമ്മളിവിടുത്തെ ഒരു വീഡിയോസ് നടക്കൂല. ഇന്നൊക്കെ ഉറക്കത്തുനിന്ന് കുത്തി വിളിച്ചിട്ട് വരെ പണിയെടുപ്പിക്കലുണ്ട്. എന്നാലും കുഴപ്പമില്ല. എക്സ്ക്യൂസ് മീ ഇർഫാൻ, ഹൗ ഈസ് യുവർ ഡേ? ഇപ്പോഴും പാവ എഡിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. എവിടെ പരിപാടിന്റെ വീഡിയോടെ? സോ മാസ്റ്റർ പ്ലാൻ ബിഹൈൻഡ് നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത മറ്റേ ഫോട്ടോ ബൂത്ത്. ദാറ്റ് വാസ് എൻ ഓസം ഐഡിയ. താങ്ക് യു ഫോർ ദാറ്റ്. എല്ലാവർക്കും ഒരു മെമ്മറി എന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തൊരു മനുഷ്യനാണ്. ഇപ്പം അത് പറഞ്ഞണോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പൊക്കെ ഏറ്റവും ഇഷ്ടമായ സാധനമാണ് ഫോട്ടോ ബൂത്ത്. സോ ആ ഐഡിയയിലേക്ക് എങ്ങനെ വന്നത്? അത് ഇൻസ്റ്റന്റ് ആയിട്ട് വന്നത് ഐഡിയ ആണ്. ലാസ്റ്റ് ടൈം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ട്, അങ്ങനെ സെർച്ച് ചെയ്ത് പഠിച്ചതാണ്. അത് ക്ലിക്കായി അങ്ങോട്ട് കയറി തൂക്കി. മിർസബ്ക്ക് ആ പരിപാടി അങ്ങോട്ട് കളറാക്കി. ഓവറോൾ പരിപാടി എങ്ങനെയുണ്ട്? പ്ലാൻ ചെയ്തപോലെയൊക്കെ നടന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ എന്താ വെച്ചാല് നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം നല്ല രീതിയിൽ മാർക്കറ്റിൽ അറിഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ നീലക്കുയിലും മറ്റേ ഇന്ത്യൻ സിനിമാ ഗാലറിയിലൊക്കെ ഞാൻ ആൾക്കാരൊക്കെ ഇത് അയച്ചു വരുമ്പോൾ ആരാളിയാന്നുള്ള മാതിരി അതൊക്കെ അറേഞ്ച് ചെയ്തതും ഒക്കെ നമ്മളെ മിർസബ്ക്കയാണ്. പിന്നെ ബിഹൈൻഡിൽ കുറേ ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരുങ്ങിയിട്ട് വന്നിട്ടേ ഉള്ളൂ. ഇതൊന്നും പ്രത്യേകിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല. വൺസ് ഞാൻ ഇവർ ലാസ്റ്റ് പ്ലാനിങ്ങിലായിരുന്നുള്ളൂ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ അറിയിക്കില്ല. ഒരു കഷ്ടപ്പാടാണ്. എത്ര മാസത്തെ കഷ്ടപ്പാടാണ് നിങ്ങളത്? 2 മാസം. സത്യം പറഞ്ഞാൽ ഇത് ഒരു ടീം വർക്കിന്റെ വിജയമാണ്. അതായത് എൻ്റെ ടീം ഉണ്ട് ഇതിൻ്റെ പിന്നാലെ, അവരെ വിജയമാണ്. ഒരാളതൊരു ഇൻഡിവിജ്വൽ വിജയങ്ങളല്ല, ഒരു വലിയ ടീമുണ്ട്, ആ ടീമിൻ്റെ വിജയമാണ്. ഇവർ കുറച്ചധികം എല്ലാവരും കഷ്ടപ്പെട്ടിന് ഫോർ മേക്കിംഗ് ദാറ്റ് ഡേ ബിഗ്. അതെന്തായാലും അതേമാതിരി തന്നെ അയക്കുന്നത്. എവ്രി വൺ എൻജോയ്ഡ്, എല്ലാവരും എൻജോയ് ചെയ്ത്. ഞാനൊക്കെ പാപ്പറാസീസിൻ്റെ ഇടയിൽ ആരാ സെലിബ്രിറ്റി. സോ ദാറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ ദാറ്റ് ഡേ. നിങ്ങളോട് എല്ലാവരോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. വന്നവരോടും ഈ പരിപാടി വിജയാക്കിയവരോടൊക്കെ ബിഗ് താങ്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഷോറൂം. ഇനി കുറച്ച് സ്റ്റില്ല് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ജനീഷ്ക്ക് അങ്ങ് പയ്യെ കാണിച്ചു തരും. കാരണം ഇവിടെ അത്രയും അടിപൊളി കളക്ഷൻസ് ഉണ്ട്. 18, 14, 8, 9 അങ്ങനെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. സംഭവം എന്താണെന്ന് എനിക്കറിയില്ല, എന്നാലും കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം ലൈക്ക് നമ്മളെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മിനിമൽ ജ്വല്ലറീസ് എവറി ടൈപ്പ് ഇവിടെ ഉണ്ട്. സോ ഡു വിസിറ്റ് അവർ ഷോറൂം, പൊറ്റമ്മലിലുള്ള ജിയാറോ ഗ്രേഷ്യോ ബൈ നക്ഷത്ര. ബ്രാഞ്ചസ് എവിടെയൊക്കെ ഉള്ള? നമുക്ക് UAE-ലുണ്ട്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ഷോറൂം വരുന്നത്
ഫറോക്കിലാണ്. ഫറോക്ക് തന്നെ ഈ നക്ഷത്രയുണ്ട്, ജിയാറയുണ്ട്, മിക്സ്ഡ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് തൃശ്ശൂർ 2 വരുന്നുണ്ട്. ഒന്ന് തൃശ്ശൂർ ഹൈലൈറ്റിലും ഒന്ന് തൃശ്ശൂർ ചാവക്കാടും. പിന്നെ നമുക്ക് യു എയിലുള്ളത്, യു എയിൽ ദേരയിലുള്ളത്. പിന്നെ അവിടെ തന്നെ അടുത്ത പ്രൊജക്റ്റും ഒരു അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇനോഗ്രേഷന് ഷാർജയിൽ. പിന്നെ നമുക്കുള്ളത് ഇവിടെ തന്നെ മാവൂർ റോഡിലുള്ള ഗസാനിയൻ്റെ ഒക്കെ ഒരു സൈഡിലൊക്കെ ആയിട്ട് ഒരു ഷോറൂം വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഹൈലൈറ്റിലുണ്ട്, കോഴിക്കോട് ഹൈലൈറ്റിൽ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ കറൻ്റ്ലി തുടങ്ങിയത് പൊറ്റമ്മലിലാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വ്ളോഗിൽ കാണാം. ഇനി കുറച്ച് കാലങ്ങൾ വെറുപ്പിക്കാൻ ഞാൻ ഉണ്ടാകും.